പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളായ സഹോദരി സഹോദരന്മാരെ, വളരെയേറെ ക്ലേശങ്ങളിലൂടെയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിക്ഷോഭവും അത് വിതയ്ക്കുന്ന വലിയ ക്ലേശങ്ങൾ, അതുപോലെ തന്നെ വിമാന അപകടത്തിൻ്റെ ആ ഞെട്ടിപ്പിക്കുന്ന ഓർമ്മകൾ, മാരകമായ മഹാമാരിയുടെ ഭീതിജനകമായ അന്തരീക്ഷവുമില്ല. നമ്മുടെ നാടിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരവസരമാണ്. ഈ അവസരത്തിൽ എല്ലാം ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കരുണയാണ് ആവശ്യമായിരിക്കുന്നത് നമുക്ക് ഓർമ്മിക്കാം. ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഓരോ ദിവസവുമുള്ള ശുശ്രൂഷകൾ, വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ നമ്മൾ കൃത്യമായി സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുഴുവൻ ജപമാല നമുക്ക് ചെല്ലാൻ സാധിക്കുന്നില്ല. ഓരോ രഹസ്യങ്ങൾ മാത്രമാണ് നാം ധ്യാനിക്കുന്നത്. പക്ഷേ ഒരു മുഴുവൻ ജപമാലയെങ്കിലും ഇതിൻ്റെ ഭാഗമായി നിങ്ങൾ ഓരോരുത്തരും ചൊല്ലണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ, 5-ാമത്തെ ദിവ്യരഹസ്യം, ദേവാലയത്തിൽ യേശുക്രിസ്തുവിനെ മാതാപിതാക്കൾ കണ്ടുമുട്ടുന്ന ആ സന്ദർഭം. ആ യേശുക്രിസ്തു പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കുന്ന രഹസ്യം വെളിപ്പെടുത്തി മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി എളിമയോടെ വീട്ടിലേക്ക് മടങ്ങുന്ന ആ ഒരു സംഭവം. പ്രായത്തിൽ വളർന്നു, ജ്ഞാനത്തിൽ വളർന്നു, ദൈവപ്രീതിയിൽ വളർന്നു, മനുഷ്യപ്രീതിയിലും വളർന്നു. അത് ദൈവരാജ്യ അനുഭവത്തിലുള്ള വളർച്ചയാണ്. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഈ നാട് ദൈവരാജ്യ അനുഭവത്തിൽ വളരാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. 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 പരിശുദ്ധ അമ്മേ എൻ്റെ ആശ്രയമേ. എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. അവൻ തുടർന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു, അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് 6-ാം ദിവസമാണ്, ഒരുക്കത്തിന്റെ 6-ാം ദിവസം. ഇന്നലെ പാപത്തിന്റെ വേരുകൾ തകർക്കുന്നതിനെ സംബന്ധിച്ചാണ് നാം ധ്യാനിച്ചത്. വേരുകൾ തകർത്താലേ നമുക്ക് പുണ്യത്തിൽ, വിശുദ്ധിയിൽ വളരാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ പാപം വീണ്ടും മുളപൊട്ടി വളർന്ന് പന്തലിച്ച് പാപത്തിന്റെ ഫലങ്ങൾ പുറപ്പെടും. ഇത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് പാപം. ഉള്ളിൽ നിന്നാണ് പാപം പുറപ്പെടുന്നത്. നാം പഠിച്ചിട്ടുള്ള മൂലപാപങ്ങളുണ്ട്. മൂലപാപങ്ങൾ, ഈ പാപങ്ങളെപ്പറ്റി വിശദമായി നമുക്ക് ചർച്ച ചെയ്യാൻ, ധ്യാനിക്കാൻ ഈ പരിമിതമായ സമയത്ത് നമുക്ക് സാധിക്കുന്നില്ല. പക്ഷെ നാമൊക്കെ ഇത് പഠിച്ചിട്ടുള്ളത്, അതിനെ നാം ഗൗരവമായി എടുക്കണം. മൂലപാപങ്ങളുടെ വേരറുക്കുന്നില്ലെങ്കിൽ പാപത്തിൽ നാം നിലനിൽക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. താൽക്കാലികമായ ഒരു അനുഭവമായി
നമ്മുടെ അനുതാപവും മാനസാന്തരവും മാറും. സ്ഥായിയായി നിലനിൽക്കാൻ, വേരറുക്കാൻ നാം തയ്യാറാകണം എന്നുള്ളതാണ്. മൂലപാപങ്ങൾ ഒന്നാമത്തെ നമുക്കറിയാം അഹങ്കാരമാണ്. അത് ഒരു ആത്മപൂജ തന്നെയാണ്. ആത്മപൂജ തന്നെയാണ്. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. എന്തു കുറ്റത്തിനായാലും അയൽക്കാരന് തിന്മ ചെയ്യരുത്, വികാരാവേശം കൊണ്ട് ഒന്നും പ്രവർത്തിക്കരുത്. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. കർത്താവിനെ വെറുപ്പിക്കുന്നു, കർത്താവിനെ വെല്ലുവിളിക്കുന്നത് ഒന്നാമത്തെ കൽപ്പനയുടെ ലംഘനം തന്നെയാണ്. തന്നെ തന്നെ പൂജിക്കുകയാണ് ചെയ്യുന്നത്. തന്നെ തന്നെ ഒരു വിഗ്രഹമാക്കി മാറ്റുകയാണ്. തെറ്റാപരമുള്ളവനാണ് എന്ന് ഭാവിക്കുകയാണ്. ആദ്യവും അന്ത്യവും ഞാൻ തന്നെയാണ് എന്നുള്ള ഭാവമാണ് ഈ അഹങ്കാരത്തിന് പിന്നിലുള്ളത്. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യങ്ങൾ കൈമാറിപ്പോകുന്നു. ഇവിടെ അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതാണ് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു. ഒന്നാമത്തെ കൽപ്പന ലംഘിക്കുന്നവൻ എല്ലാ കൽപ്പനകളും ലംഘിക്കും. അഹങ്കാരത്തിൽ വേരൂന്നി നിൽക്കുന്ന ഒരു ജീവിതം പാപഭംഗിലമാകുമെന്നതിൽ യാതൊരു സംശയമില്ല. അഹങ്കാരത്തോട് ഒട്ടു നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായി പീഡകളയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കി വിനീതരെ ഉയർത്തി. ആർക്കാണ് ഐശ്വര്യം ഉണ്ടാകുന്നത്, ഉയർച്ച ഉണ്ടാകുന്നത്? ദൈവം ഉയർത്തിയാലേ നമുക്ക് ഉയരം ലഭിക്കും. ദൈവം മഹത്വം നൽകിയാലേ നമുക്ക് മഹത്വം ലഭിക്കുകയുള്ളൂ. ഒരു താൽക്കാലിക ക്രമീകരണം എന്ന വണ്ണം മറ്റുള്ളവർ നമ്മെ പുകഴ്ത്തുകയാണ്. അതിനുള്ള മാർഗങ്ങൾ നാം കണ്ടെത്തുകയാണ്. അവര് ഉയർത്തിയാൽ ഒരു മനുഷ്യനെ എത്രമാത്രം ഉയർത്താൻ സാധിക്കും? കൂട്ടുകാർക്ക്, ആൾക്കൂട്ടത്തിന്, നമുക്ക് പിൻബലം നൽകുന്നുവെന്ന് വിചാരിക്കുന്നവർക്ക്, മനുഷ്യർക്ക് ഒരുവനെ എത്രമാത്രം ഉയർത്താൻ സാധിക്കും? അവൻ ഉയർത്തി നിർത്തുന്നതിന് ഒരു പരിധിയുണ്ട്. അത് ഉയരത്തിനായാലും സമയത്തിനായാലും. പിന്നീട് ആ ഉയർച്ചയിൽ നിന്നും അവൻ നിപതിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഉയർത്തണമെന്നുണ്ടെങ്കിൽ അഹങ്കാരമല്ല, എളിമയാണ് വേണ്ടത്. ദൈവം നമ്മെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ നാം എളിമയുള്ളവരായിരിക്കണം. കാരണം എല്ലാം ദാനമാണ്. എല്ലാം പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ദാനമാണെന്ന് ഓർമ്മിക്കണം. വിനയം, പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്. മകനെ വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക. 28-ാമത്തെ വചനം. വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക. നിലവിട്ട് സ്വയം മതിക്കരുത്. തന്നെ തന്നെ ദ്രോഹിക്കുന്നവനെ ആര് നീതീകരിക്കും? തന്നെ തന്നെ അവഹേളിക്കുന്നവനെ ആര് ബഹുമാനിക്കും? അപ്പോൾ നമ്മളുടെ ശക്തി എന്ന് പറയുന്നത് എളിമയാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കണം. അപ്പം അഹങ്കാരത്തോടൊപ്പം പാപം മുളയെടുക്കുന്നു എന്നുള്ള ആ ഒരു സത്യം നമുക്കെല്ലാം ബോധ്യമുള്ളതാണ്. ഇത് അതിര് വിട്ട് ആത്മസ്നേഹമാണ്. ഉള്ളതിലധികം മേന്മ ഭാവിക്കുന്നതാണ്. അതിര് കവിഞ്ഞ ആത്മവിശ്വാസമാണ്. പരാജയത്തിൽ കടുത്ത നിരാശയാണ്. മറ്റുള്ളവർ നൽകുന്ന തിരുത്തലുകൾ സ്വീകരിക്കാൻ സാധിക്കാത്ത വലിയ തിരുത്തലുകളോട് അസഹിഷ്ണുത പുലർത്തുന്ന സ്വഭാവമാണ്. ഇതൊക്കെ ചില അടയാളങ്ങളായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത് പരമപുണ്യമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ പൂർവികർ നമ്മെ പഠിപ്പിച്ചു, എളിമയെന്ന പരമപുണ്യം തരണമേ നാഥ. അപ്പോൾ ഇത് എളിമയെന്ന പരമപുണ്യത്തിലാണ്
നമ്മളുടെ പുണ്യപൂർണമായ ജീവിതം പടുത്തുയർത്തുന്നത് പരിശുദ്ധ അമ്മയിൽ ഈ എളിമയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. താഴ്മയുള്ളവരെ ഉയർത്തി, ഇതാ കർത്താവിന്റെ ദാസി. ആ ഒരു മനോഭാവമാണ് ദൈവത്തിന്റെ എല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നതിലാണ് അതിന്റെ അർത്ഥം. ഈ അഹങ്കാരമുള്ള ഒരാൾക്ക് അനുസരണം ഉണ്ടാവുകയില്ല, എളിമ ഉണ്ടാവുകയില്ല, അനുസരണം ഉണ്ടാവുകയില്ല. അനുസരണമില്ലാത്ത ഒരുവൻ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് റോമക്കാർക്ക് ലേഖനം 13-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ, അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. നാം പറയും അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. വചനം പറയും അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. തിരുത്തുക അധികാരിയുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതും പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നാപകൻ നമുക്ക് മനോഹരമായ മാതൃകയാണ്. സ്നാപകനെ പറ്റി സ്വർഗം പറഞ്ഞത് എന്താണ്? അത് വലിയൊരു കീർത്തനമായി മാറി. അവൻ വലിയവനായിരിക്കും. യേശു ക്രിസ്തു എന്തു പറഞ്ഞു? ലൂക്കോസിന് സുവിശേഷം 7-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, യോഹന്നാനേക്കാൾ വലിയവനില്ല. യോഹന്നാനേക്കാൾ വലിയവനില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. എന്നാൽ യോഹന്നാനോട് ചോദിച്ചു, നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ മരുഭൂമിയിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദം മാത്രമാണ്, ദൈവത്തിന്റെ വചനം ഉരുവിടുന്നവൻ മാത്രമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, അവൻ വളരണം, ഞാൻ കുറയണം. നമ്മൾ ഓരോരുത്തരും വളരാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? ദൈവമാണ് നമ്മൾ കുറയുന്നത് എന്നുള്ള ഒരു ബോധ്യം. അതുകൊണ്ട് തന്നെ അത് ശാശ്വതമായി നിലനിൽക്കുന്ന ഒന്നല്ല. രണ്ടാമത്തെ മൂലപാപമായി നമുക്ക് ധ്യാനിക്കാൻ സാധിക്കുന്നത് ദ്രവ്യാഗ്രഹമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നാം ഓർമ്മിക്കണം. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല ശമറായന്റെ ഉപമയിൽ നാം വായിക്കുന്ന അവിടെ കവർച്ചക്കാരനുണ്ട്. പണത്തെപ്പറ്റി, സമ്പത്തിനെ പറ്റി അവന്റെ കാഴ്ചപ്പാട് കവർച്ചക്കാരന്റെ ഒരു മനോഭാവമുണ്ട്. പലപ്പോഴും നമ്മെ നയിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു മനോഭാവമാണ്. ദാരിദ്ര്യത്തിന്റെ അരൂപി. അവിടെ നല്ല ശമറായൻ, യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന നല്ല ശമറായൻ എന്തു ചെയ്തു? അവൻ ഉള്ളതെല്ലാം ഈ മുറിവേറ്റവന് വെച്ച് നീട്ടാൻ തയ്യാറായി. അവൻ ഉള്ളതെല്ലാം ഈ മുറിവേറ്റവന് വെച്ച് നീട്ടാൻ തയ്യാറായി. അവൻ സഞ്ചരിച്ചിരുന്ന ആ കഴുതപ്പുറത്തു നിന്ന് അവൻ ഇറങ്ങി. അവന്റെ ഭാണ്ഡക്കെട്ടുകൾ തുറന്നു അഴിച്ചു. നിനക്ക് വേണ്ടി ഈ ഭാണ്ഡക്കെട്ട് അഴിക്കുന്നില്ലെങ്കിൽ നീയാണ് ആവശ്യക്കാരൻ. മറ്റാർക്ക് വേണ്ടിയാണ് ഞാനിത് തുറക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഭാണ്ഡം വഹിക്കുന്നത്? ആവശ്യമുള്ളവർക്ക് നൽകാനല്ല. അവനെ എടുത്തുകൊണ്ട് സത്രത്തിൽ സുരക്ഷിതമായ ഇടത്ത്, സഭാ ശരീരം തന്നെയാണത്, ആ സഭാ കൂട്ടായ്മ തന്നെയാണ്, അവിടെ എത്തിച്ചു. ഇനിയും എന്തെങ്കിലും ആവശ്യമായി വന്നാൽ നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും യാത്ര ചെയ്യുകയാണ്. ഇവിടെ ദാരിദ്ര്യം ഒരു അരൂപിയായി നാം സ്വീകരിക്കുന്നു. അതിന്റെ അർത്ഥം പട്ടിണി കിടക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ മുഖ്യ സമ്പത്ത് ദൈവമാണ് എന്നുള്ള ഏറ്റു പറഞ്ഞു. എന്റെ സമ്പത്ത് ദൈവത്തിൽ സമ്പന്നത കണ്ടെത്തുക. അവനാണ് ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നത്. കുരിശിൽ കിടക്കുന്ന ഈശോ ഏറ്റവും വലിയ സമ്പന്നനാണ്. അതോടൊപ്പം ദാരിദ്ര്യത്തിന്റെ മനോഹരമായ മാതൃകയാണ്. ദാരിദ്ര്യ അരൂപിയുടെ എല്ലാം നൽകി ജീവിതം പൂർത്തീകരിച്ചു, മഹത്വീകരിച്ചു. പിതാവേ, എല്ലാം പൂർത്തിയായി. സഖേവൂസ്
യഥാർത്ഥത്തിൽ ദ്രവ്യത്തോടുള്ള സമീപനം മാറ്റി രക്ഷ കണ്ടെത്തിയ ആളാണ്. ദ്രവ്യത്തോടുള്ള സമീപനം മാറ്റി രക്ഷ കണ്ടെത്തിയ ആളാണ്. പണമുണ്ടെങ്കിൽ എല്ലാമായി എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയിൽ നാം ജീവിക്കരുത്. ഇതെല്ലാം ദൈവം നൽകുന്ന ദാനമാണ്. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിനിയോഗിക്കാനുള്ളതാണ്. ചിലരിൽ ധാരാളം പണം ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നാം പങ്കുവയ്ക്കും. ഈ ഷക്കീന ശുശ്രൂഷ തന്നെ അനേകരുടെ ഔദാര്യത്തിന്റെ മനോഹരമായൊരു മാതൃകയാണ്. അനേകരുടെ കരങ്ങളിൽ സ്വർഗം പണം ഏൽപ്പിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള ദൈവരാജ്യ ശുശ്രൂഷകളെ പടുത്തുയർത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് പണത്തോടുള്ള മനോഭാവം പ്രിയപ്പെട്ടവരെ നാം തിരുത്തേണ്ടതുണ്ട്. 1 തിമോത്തിയോസ് 6:10 ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളിൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. അപകടകരമായ ഒന്നാണ്. അപ്പോൾ ഇവിടെ ധനത്തിനും ഭൗതിക വസ്തുക്കൾക്കും വേണ്ടിയുള്ള അമിതവും യുക്തിരഹിതവുമായ ആഗ്രഹമാണ് ദ്രവ്യാഗ്രഹം. കൈക്കൂലി, അമിത പലിശ, ബിസിനസ്സിലുള്ള അമിത ലാഭം, അതുപോലെ തന്നെ സ്ത്രീധനം മാത്രം നോക്കിയുള്ള വിവാഹം, ഇതുപോലെയുള്ള ആ ഒരു പണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ദ്രവ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നമ്മുടെ ജീവിതമെല്ലാം അപകടകരമാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുക. അതുകൊണ്ട് വിശുദ്ധിയിൽ വളരാൻ ഈ ദ്രവ്യത്തെ നാം ദൂരെ എറിയണം. എവിടെ നിന്നും? ഹൃദയത്തിൽ നിന്നും. ഈ പണത്തോട് ഒട്ടിച്ചേരുന്ന ഒരു ഹൃദയം ദൈവത്തിൽ നിന്നും അകലാനിടയായി തീരുമെന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവമാണ് എൻ്റെ വലിയ സമ്പത്ത്, യഥാർത്ഥ സമ്പത്ത് എന്നുള്ള തിരിച്ചറിവോടുകൂടി മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരാം. സമ്പത്തിനോടുള്ള നമ്മുടെ സമീപനമാണ്. ഭിക്ഷക്കാരന് പോലും സമ്പത്തിനെ ദൈവമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് എത്രമാത്രം പണമുണ്ട് എന്നുള്ളതല്ല, പണത്തോടുള്ള, ദ്രവ്യത്തോടുള്ള നമ്മുടെ മനോഭാവത്തെ തിരുത്തിക്കൊണ്ട് ദൈവത്തിന് 1-ാം സ്ഥാനം നൽകി അനുഗ്രഹീതരായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ നൽകുന്ന മനോഹരമായ മാതൃക നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ
കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമൽക്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യഥാർത്ഥ മരിയഭക്തി ഖണ്ഡിക 144-145. പരിശുദ്ധ കന്യക സൗമ്യതയുടെയും കരുണയുടെയും മാതാവാണ്. സ്നേഹത്തിലും ഔദാര്യത്തിലും അവൾ മറ്റാരുടെയും പിന്നിലല്ല. അവളെ മഹത്വപ്പെടുത്തുവാനും ശുശ്രൂഷിക്കുവാനും വേണ്ടി പൂർണ്ണമായി തന്നെ സമർപ്പിക്കുന്നവനും അതിനുവേണ്ടി തനിക്ക് പ്രിയങ്കരമായ സമസ്തവും ത്യജിച്ചുകൊണ്ട് അവളെ മഹത്വപ്പെടുത്തുന്നവനുമായ ഒരുവനെ മറിയം അതേ ചൈതന്യത്തോടെ സമീപിക്കും. അവന് തന്നെ പൂർണ്ണമായും അവർണ്ണനീയവുമായ വിധത്തിലും അവൾ നൽകും. തന്റെ കൃപാസമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ത്തും. അവനെ തന്റെ യോഗ്യതകൾ കൊണ്ട് അലങ്കരിക്കും. തന്റെ ശക്തി കൊണ്ട് അവനെ താങ്ങും. അവനെ തന്റെ പ്രഭാകിരണങ്ങൾ കൊണ്ട് പ്രകാശിപ്പിക്കും. സ്നേഹം കൊണ്ടവനെ ജ്വലിപ്പിക്കും. എളിമ, വിശ്വസ്തത, ശുദ്ധത തുടങ്ങിയ തന്റെ എല്ലാ സുഹൃതങ്ങളിലും അവനെ ഭാഗഭാക്കാക്കും. ഈശോയുടെ മുൻപിൽ അവന്റെ ജാമിക്കാരിയും അവന്റെ എല്ലാ കുറവുകളെയും നികത്തുന്നവളും അവന്റെ സർവസ്വവുമായി അവൾ മാറും. ചുരുക്കത്തിൽ അവൾക്ക് തന്നെ സമർപ്പിച്ചിരിക്കുന്നവൻ പരിപൂർണമായും അവളുടേതായിരിക്കുന്നതുപോലെ അവൾ മുഴുവൻ അവൻ്റേതുമായിരിക്കും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധ കന്യകയെ തൻ്റേതായി സ്വീകരിച്ചു എന്ന് പറഞ്ഞത് മറിയത്തിന്റെ ഉത്തമദാസനും സുതനുമാകുന്ന ഏതൊരാളെപ്പറ്റിയും പറയാം. ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അവൻ വിശ്വസ്തനെങ്കിൽ ഇതിന്റെ ഫലമായി തന്നിൽ തന്നെ വലിയ അവിശ്വാസവും അവജ്ഞയും വെറുപ്പും അവനിൽ ഉളവാകും. അതോടൊപ്പം തന്റെ നല്ല നാഥയായ പരിശുദ്ധ കന്യകയെ പരിപൂർണമായി വിശ്വസിക്കുകയും തന്നെ മുഴുവനുമായി അവൾക്ക് ഭരമേൽപ്പിക്കുകയും ചെയ്യും. അവൾ ഇനി ഒരിക്കലും തന്റെ പ്രവണതകളെയും താൽപ്പര്യങ്ങളെയും അഭിപ്രായങ്ങളെയും യോഗ്യതകളെയും പുണ്യങ്ങളെയും ആശ്രയിക്കുകയില്ല. ഈ നല്ല അമ്മ വഴി അവയെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞ അവനിനി ഭണ്ഡാകാരം ഒന്നേയുള്ളൂ. അവിടെയാണ് അവന്റെ സർവ്വനിധിയും. അത് അവനിലല്ല, മറിയത്തിലാണ്. ദാസോചിതമോ സന്ദേഹാസ്പദമോ ആയ ഭയമെന്നേ വളരെ പ്രത്യാശയോടുകൂടി ദിവ്യനാഥനെ സമീപിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുവാനും ഇത് അവന് പ്രചോദനമരുളുന്നു. ഭക്തനും പണ്ഡിതനുമായ ആബഡ് റുപെട്ടു പ്രാർത്ഥിക്കുന്നത് കേൾക്കുക.
യാക്കോബിന് മാലാഖയുടെ മേലുണ്ടായ വിജയത്തെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പരിശുദ്ധ കന്യകയോട് പറഞ്ഞു, ഓ മറിയമേ, എൻ്റെ രാജ്ഞി, ദൈവമനുഷ്യൻ്റെ അമലോത്ഭവ ജനനി, ഞാൻ ദൈവവചനമായ ഈശോ മിശിഹായോട് മൽപ്പിടുത്തം നടത്താൻ ആഗ്രഹിക്കുന്നു. എൻ്റെ യോഗ്യതയാകുന്ന ആയുധം ഉപയോഗിച്ചല്ല, പ്രത്യുത അമ്മയുടെ യോഗ്യതകളിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്രകാരം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് അനുയോജ്യമായ മാതാവിൻ്റെ മാധ്യസ്ഥവും യോഗ്യതകളുമാകുന്ന ആയുധങ്ങൾ ലഭിക്കുമ്പോൾ ഈശോ മിശിഹായുടെ പക്കൽ നാം എത്ര പ്രബലരും സുശക്തരുമല്ല. അവൾ സ്നേഹം കൊണ്ട് സർവശക്തനെ ജയിച്ചടക്കിയെന്നാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്. പരിശുദ്ധാത്മാവായ ദൈവമേ, അതീവ ജാഗ്രതയോടെ എന്നിൽ മിശിഹായെ രൂപപ്പെടുത്തുന്ന അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. മിശിഹായ്ക്കു ചേരാത്തതായി എന്നിലുള്ളതെല്ലാം അങ്ങ് എടുത്തു മാറ്റണമേ. അങ്ങ് എനിക്ക് തന്ന വിശുദ്ധിയുടെ വെള്ളവസ്ത്രം എൻ്റെ മരണനിമിഷം വരെ സർവദാ വിശുദ്ധിയുള്ളതായി കാത്തു സൂക്ഷിക്കാൻ എന്നെ സഹായിക്കണമേ. ലഘുപാപം പരിപൂർണതയ്ക്ക് വൻ തടസ്സമാണെന്ന ബോധ്യം എന്നിൽ ആഴപ്പെടുത്തണമേ. സ്നേഹം ദുർബലപ്പെടുകയും സൃഷ്ടവസ്തുക്കളോട് ക്രമരഹിതമായ ആസക്തി വർദ്ധിക്കുകയും ചെയ്യുന്ന ലഘുപാപത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ എന്നെ ജാഗരൂകനാക്കണമേ. ലഘുപാപം പോലും എന്നിൽ നിലനിൽക്കാതിരിക്കത്തക്ക വിധം എന്നെ വിശുദ്ധീകരിക്കണമേ. ലഘുപാപത്തോട് വെറുപ്പും അറപ്പും എന്നിൽ ജനിപ്പിക്കണമേ. ലഘുപാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാനുള്ള അനുഗ്രഹമേകണമേ. കന്യകാമറിയമേ, അമലോത്ഭമാതാവേ, പ്രസാദവരപൂർണയായ എൻ്റെ അമ്മേ, അമ്മയുടെ ഈ കുഞ്ഞിനെ സർവാംഗം പരിശുദ്ധിയിൽ കാത്തരുളണമേ. ഒരു ലഘുപാപത്തിൻ്റെ കറ പോലും ഏൽക്കാത്ത വിധം എൻ്റെ ആത്മാവിനെ അമ്മ പരിപാലിക്കണമേ. ആമേൻ. നമ്മെ ഓരോരുത്തരെയും പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ കെട്ടിയിടുന്ന തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും വിമോചിതരായി തീരട്ടെ. രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും തിരുവചനത്തിൻ്റെ ശക്തിയിലും നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടാനും വിടുതൽ നേടാനും ഇടയായി തീരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മധ്യസ്ഥതയും നവവൃന്ദം മാലാഖമാരുടെയും കാവലും നിങ്ങൾ ഓരോരുത്തരോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.